തട്ടിപ്പും തരികിടയുമൊക്കെ നമ്മുടെ നാട്ടിൽ പതിവാണ്. ബാങ്കുകൾ ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്നതും നമുക്കറിയാം. സാധു സ്ത്രീകൾ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് ജപ്തി നോട്ടീസ് കൊടുക്കുക, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അങ്ങനെയൊക്കെ വൻകിട ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും സഹകരണ സംഘങ്ങളും അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ കഴിഞ്ഞ ദിവസം കട്ടപ്പന സംഭവിച്ചത് ഹൃദയഭേദകമായ ഒരു സംഭവമാണ്. 2007 മുതൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 2007 മുതൽ ഈ സാബു എന്ന് പറഞ്ഞ വ്യാപാരിക്ക് നിക്ഷേപമുണ്ട്. സാബു മേരിക്കുട്ടി ദമ്പതികൾക്ക് നിക്ഷേപമുണ്ട്. അവർ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ഈ സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവരോട് പറഞ്ഞു, ഒരു നിക്ഷേപം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തിരുന്ന സാബു നിക്ഷേപ തുക അയച്ചു കൊടുത്തത്. അങ്ങനെ ക്രമേണ ആ തുക 2020 വരെ ആയപ്പോൾ ഏകദേശം 63 ലക്ഷം രൂപയായി മാറി. 63 ലക്ഷം രൂപ. അത് അല്പാൽപമായി മറ്റാ വീട് വയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടിയൊക്കെ അവർ പിൻവലിച്ചിരുന്നു. അതും പലതവണ ബാങ്കിൽ കയറി ഇറങ്ങി ബാങ്കുകാരുടെ ചീത്തയും കേട്ട് അങ്ങനെയാണ് ആ തുക പിൻവലിക്കുന്നത്. അതിനുശേഷം വീണ്ടും 2023 ആകുമ്പോഴേക്കും 90 ലക്ഷം രൂപ വീണ്ടും ഡിപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിക്കുന്നു. അവരുടെ നിക്ഷേപമെല്ലാം ആ സൊസൈറ്റിയിലാണ്. അവർക്ക് ആ സൊസൈറ്റി വിശ്വാസമായിരുന്നു. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ തുക പിൻവലിക്കാൻ കഴിയാതെ പോകുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം ചെന്ന് ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്കി വിടുക. കഴിഞ്ഞ ദിവസം പോടാ പുല്ല് എന്നാണ് ബിനോയ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ ഈ സാബുവിനെ വിളിച്ചത്. സാബു പോയതാകട്ടെ എന്തിനു വേണ്ടിയാണ് പോയത്? ഭാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ, യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയായി. 2 ലക്ഷം രൂപ ബില്ലടയ്ക്കണം. ഇത് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല. അപ്പോഴാണ് പോയി ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയൊരു വെറൈറ്റി ലേഡീസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഷോറൂമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ നിന്ന് ഇത്ര മികച്ച വരുമാനമൊന്നും ലഭിക്കണമെന്നില്ല. ആയ കാലത്ത് ഓസ്ട്രേലിയയിലും വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച തുകയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ പലിശയൊക്കെ കൂടിയാണ് ഈ നിക്ഷേപ തുക. എന്നാൽ ഈ നിക്ഷേപ തുക തിരിച്ചു ചോദിക്കുമ്പോൾ ബാങ്കുകാർ സ്ഥിരം ഭീഷണിയാണ്. ആദ്യം ഒരിക്കൽ പറയുന്നു 5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് തരാം മാസം, പിന്നെ പറയും 5 ലക്ഷം രൂപ വെച്ച് തരാൻ കഴിയില്ല, 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപയും പലിശയും തരാം, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ തരാം. അതും നടക്കാതെ വരുന്നു. അപ്പോൾ നിരന്തരം അവഹേളനം. അത്യാവശ്യ ഘട്ടങ്ങളിൽ കാശ് എടുക്കാൻ വരുമ്പോൾ, സ്വന്തം പൈസ തിരിച്ച് എടുക്കാൻ വരുമ്പോൾ ആളുകളുടെ അധിക്ഷേപം. അതിന് ഇടയ്ക്കെന്താണ് ഇന്ന് രാവിലെ പൈസ ചോദിച്ചാൽ പറയും കുറച്ച് കഴിഞ്ഞ് വരും, ഉച്ചയ്ക്ക് എന്ന് ചോദിക്കാൻ പറയും നാളെ തരാം. നാളെ പോകുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ആ വീട്ടമ്മ മേരിക്കുട്ടി പറയുന്നത് നമ്മൾ കേട്ടില്ലേ വാർത്തകളിലൊക്കെ? അവർ സങ്കടത്തോടെ പറയുകയാണ്, തനിക്ക് നിത്യരോഗിയായ 2 മക്കളുണ്ട്, എങ്ങനെ ഇവരെ വളർത്തും? ഇനിയും 14 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ട്. ബാങ്കുകാർ അപ്പോഴും രസകരമായ കണക്കുകളൊക്കെ പുറത്തു വിടുന്നുണ്ട്. ബാങ്കുകാർ പറയുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹകാരിയായിരുന്നു സാബുവിനോട് ഞങ്ങൾ ജീവകാരുണ്യപരമായും സ്നേഹാർദ്രമായുമാണ് പെരുമാറിയിരുന്നത്. കോവിഡ് കാലത്ത് സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഞങ്ങൾക്ക് 20 കോടിയിലധികം രൂപ നിക്ഷേപ തുക പിരിഞ്ഞു കിട്ടാനുണ്ട്. അങ്ങനെ ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പൈസ യഥാസമയം കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. അത് മാത്രമല്ല പറയുന്നു, ഈ ബാങ്കുകാരുടെ കണക്കനുസരിച്ച് 2012 മുതലാണ് സാബുവിനോട് നിക്ഷേപം. എന്നാൽ സാബുവിൻ്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നത് 2007 മുതൽ. ഈ ബാങ്കുകളുടെ കണക്കനുസരിച്ച് 2012 മുതൽ 2020 വരെ സ്ഥിര നിക്ഷേപമായി 63 ലക്ഷം രൂപ സാബു അവിടെ നിക്ഷേപിച്ചു. പിന്നീട് 2020 ജൂലൈയിൽ തുക മുഴുവൻ പിൻവലിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഒരുമിച്ച് പോയി 63 ലക്ഷം രൂപയും പിൻവലിച്ചു എന്ന്. അങ്ങനെയല്ല, പല തവണയായി പലപ്പോഴും ബാങ്കിൽ കയറി ഇറങ്ങിയാണ് ആ തുക പിൻവലിക്കുന്നത്. പിന്നീടുള്ള പല മാസങ്ങളിലായി 2023 വരെ 90 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അതിൽ 35 ലക്ഷം രൂപ ഒറ്റ തവണയായി പിൻവലിച്ചു. പിന്നീട് പലതവണയായി 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 1.5 ലക്ഷം രൂപ വരെ പിൻവലിച്ചിട്ടുണ്ട്. ഇനി 12 ലക്ഷം രൂപയാണ് ബാങ്കിലുള്ളത് എന്നാണ് ബാങ്ക് അധികൃതരുടെ വാദം. എന്നാൽ മേരിക്കുട്ടി പറയുന്നത് അങ്ങനെയല്ല. ഇത്രയും രൂപ ഉണ്ട്, 14 ലക്ഷം രൂപ അവിടെ ബാങ്കിലുണ്ട്. അതിൽ നിന്ന് 2 ലക്ഷം രൂപ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ അസഭ്യം കേൾക്കേണ്ടി വന്നത്. എന്നിട്ട് 2 തവണയായി 40,000 രൂപ വെച്ച് 2 തവണയായി 80,000 രൂപ മാത്രമാണ് ബാങ്ക് അധികൃതർ തന്നത്. തൻ്റെ മക്കൾ പോയി ചോദിച്ചപ്പോഴാണ് തന്നത്. സാബു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫോൺ ചെയ്യുമ്പോഴൊക്കെയും പറയുന്നത് അധിക്ഷേപ വാക്കുകളാണ് ബാങ്കിൽ നിന്ന് കേട്ടിരുന്നത് എന്ന് സാബു പറയുമായിരുന്നു. എങ്കിലും ആ സൊസൈറ്റിയെ നശിപ്പിക്കേണ്ട, അല്ലെങ്കിൽ പരാതിയുമായി നേരത്തെ തന്നെ മുന്നോട്ട് പോയതിനെ സൊസൈറ്റിയെ നശിപ്പിക്കേണ്ട, നമ്മുടെ നാട്ടിലെ സ്ഥാപനമല്ലേ, അതിന് മോശപ്പേരുണ്ടാക്കേണ്ട എന്ന് പറഞ്ഞതും സാബു തന്നെയാണ്. ആ സാബു തന്നെയാണ് ഇങ്ങനെ ഒരു ദൗർഭാഗ്യത്തിന് ഇരയായത് എന്ന് മേരിക്കുട്ടി പറയുന്നു. ആലോചിച്ച് നോക്ക്, എന്തൊരു ക്രൂരതയാണിത്. ആ വീട്ടുകാർക്ക് കാശ് കിട്ടാനുണ്ട്, അത് കൊടുക്കുന്നില്ല, എന്നിട്ട് അവരെ അസഭ്യം പറയുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ അസുഖം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രവാസിയായ അയാൾക്ക് വേറെ എവിടെ പോയി ചോദിക്കാൻ കഴിയും? 56 വയസ്സുണ്ട് അദ്ദേഹത്തിന്. എവിടെ പോയി ചോദിക്കും? ആ പൈസ തിരികെ ചോദിച്ചപ്പോഴാണ് ഒരു CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി ഒരു വി ആർ സജി ഫോണിലൂടെ അസഭ്യം പറയുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ ഇനി അരി കഴിക്കുന്ന കാണിച്ചു തരാം, ഇനി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്നൊക്കെ ഭീഷണിയാണ്.
ആലോചിച്ച് നോക്ക്, എന്തൊരു ക്രൂരതയാണ്. സി പി എമ്മിന് ഇത്ര അഹങ്കാരമോ? സി പി എം ഭരിക്കുന്ന സൊസൈറ്റി എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറി ഒരു നിക്ഷേപകനോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണോ? നീ ഇനി അരി കഴിക്കുന്നത് കാണിച്ചതിന് ആ തരത്തിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഭീഷണിയല്ലേ? അപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്യും? 2 ലക്ഷം ചോദിക്കുമ്പോൾ, 2 ലക്ഷം ആശുപത്രിയിൽ അടയ്ക്കാൻ ചോദിക്കുമ്പോൾ 80,000 രൂപ കൊടുത്താൽ എങ്ങനെ അടയ്ക്കും അദ്ദേഹം? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ ഈ ബാങ്കിലെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ മന്ത്രി വാസവൻ പറയുന്നു ജില്ലാ കളക്ടറോടും രജിസ്ട്രാറോടും ജോയിന്റ് രജിസ്ട്രാറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ച ശേഷം തീരുമാനമെടുക്കാം. വാസവന് റിപ്പോർട്ട് കിട്ടിയാൽ ഈ ബിനോയ് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ ആ ബിനോയെങ്കിലും അകത്താക്കുമോ, ജയിലിലടയ്ക്കുമോ? വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ ഈ സൊസൈറ്റിയിലെ ഭരണസമിതിയെ പിരിച്ചുവിടുമോ? പിരിച്ചുവിട്ടിട്ട് പുതിയ ഭരണസമിതിയെ വയ്ക്കുമോ? ഇത്ര ക്രൂരന്മാരായ ആളുകളെ നിങ്ങൾ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന് നിങ്ങളുടെ ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും അണികളും പ്രതിനിധികളും വിളിച്ചുകൂവിയത്, നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയത്, നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയത് ഇതുപോലുള്ള ഏരിയ സെക്രട്ടറിമാരൊക്കെയാണ്. ഇതുപോലെ മുൻ ഏരിയ സെക്രട്ടറിയൊക്കെ കക്ഷത്ത് കല്ലും കയറ്റി വെച്ച് മസിലും പിടിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്താനും അടിക്കാനും ഇടിക്കാനും നടക്കുന്നു. എങ്ങനെ പാർട്ടി അകന്നു പോകാതിരിക്കും? എങ്ങനെ പാർട്ടി ജനങ്ങൾക്കൊപ്പമാണെന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? ഇത് വളരെ ക്രൂരമായ നടപടിയാണ്. ഇതിന് തിരുത്തലുണ്ടാകണം. കുറ്റക്കാരായ ആളുകളെ ജയിലിലെ തുറുങ്കിലടയ്ക്കാൻ സി പി എം തന്നെ മുന്നിട്ടിറങ്ങണം. സി പി എം മുന്നിട്ടിറങ്ങി ഈ കളകളെ പറിച്ച് മാറ്റണം. അതായത് അവർ ജയിലിലടയ്ക്കേണ്ടവർ അടയ്ക്കണം. ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട്, അതായത് ഈ ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ ഭരണസമിതിക്ക് ചുമതല കൈമാറണം. അങ്ങനെയൊക്കെ ചെയ്യാൻ സി പി എം ഈ തവണയെങ്കിലും ഈ സമയത്തെങ്കിലും തയ്യാറാകണം. അല്ലാതെ ഈ കള്ളക്കണക്കുകൾ നിരത്തി ഒരു വിധവയുടെ കണ്ണീര് കൂടി കുടിപ്പിച്ച് ഇനിയിപ്പോൾ നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷയുടെ കണ്ണീര് ഒരു ശാപമായി കിടപ്പുണ്ട്. ആ ശാപത്തിനിടയിലും പി ദിവ്യയെ നിങ്ങളിങ്ങനെ പുകഴ്ത്തി കൊണ്ടുപോകുന്നുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ദിവ്യയെ പുകഴ്ത്തുന്നതിൽ ഒരു കുറവും വരുത്താറില്ല. പി ദിവ്യയ്ക്ക് എല്ലാ ഇളവുകളും എല്ലാ ആനുകൂല്യങ്ങളും പാർട്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേവസരം മഞ്ജുഷയുടെ കണ്ണീരിന് നിങ്ങൾ വില പറയേണ്ടി വരും. അതുപോലെ ഇവിടെ ഒരു മേരിക്കുട്ടി ഇടുക്കിയിലെ മേരിക്കുട്ടിയും പത്തനംതിട്ടയിലെ മഞ്ജുഷയും ഒക്കെ പൊട്ടിക്കരയുമ്പോൾ CPM വലിയ വില കൊടുക്കേണ്ടി വരും ന്യായമായി പ്രവർത്തിച്ചില്ലെങ്കിൽ.